നമസ്കാരം. എൻ്റെ പേര് അശ്വതി. ഞാൻ അക്ര ഫൗണ്ടേഷനിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ നഴ്സാണ്. ഇന്ന് ലോക പാർക്കിൻസൺസ് രോഗ ദിനമാണ്. പാർക്കിൻസൺസ് രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ചലന വൈകല്യമാണ് പാർക്കിൻസൺസ് രോഗം. അത് കൂടുതലായും കാണപ്പെടുന്നത് 65 വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലാണ്. പക്ഷേ ഇപ്പോൾ ഒരു 40-45 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലും കൂടുതലായിട്ട് ഈ അവസ്ഥ കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ചെറിയ ശരീരഭാഗങ്ങളുടെ ചെറിയ വിറയലുകളിലൂടെയാണ്. അത് ചെറിയ രീതിയിലുള്ളത് വീണ്ടും അത് കൂടുതലായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് സാധാരണ രീതിയിൽ നടക്കാനോ അവരുടെ ശരീരഭാഗങ്ങളുടെ ചലനം സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല. തുടർന്ന് വരുന്ന അവസരങ്ങളിൽ അവർക്ക് സംസാരിക്കാനോ വെള്ളം കുടിക്കാനോ പോലും ബുദ്ധിമുട്ടായി തീരുന്ന അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി അവരുടെ മസിൽസും ജോയിൻസും ഒക്കെ ലോക്കായൊരവസ്ഥയായിരിക്കും. സാധാരണ രീതിയിൽ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്ക് ബോഡി മൂവ്മെൻറ്റ്സ് റെഗുലറായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഒക്യുപേഷണൽ തെറാപ്പി ആവശ്യം വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനും വെള്ളം ഇറക്കാനും സംസാരിക്കാനുമുള്ള ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. അക്ര ഫൗണ്ടേഷൻ്റെ പാലിയേറ്റീവ് യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ടുള്ള ഫിസിയോതെറാപ്പി ഹോം കെയർ, സൈക്യാട്രി ഹോം കെയർ, ഒക്യുപേഷണൽ തെറാപ്പി ഹോം കെയർ, സ്പീച്ച് തെറാപ്പി ഹോം കെയർ, കൂടാതെ തന്നെ അവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള സപ്പോർട്ടിന് പ്രത്യേകിച്ച് എയ്ഡുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സൈക്കോ സോഷ്യൽ സപ്പോർട്ടും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കൃത്യമായ പാലിയേറ്റീവ് ഹോം കെയർ ഫോളോ അപ്പുകൾ എല്ലാ മാസത്തിലും നടത്താറുണ്ട്. അക്ര ഫൗണ്ടേഷൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ പാലിയേറ്റീവ് രോഗികളും അവരുടെ രോഗികളെ നോക്കുന്ന ആൾക്കാരും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ ആണ് നമുക്ക് ഇതുവരെ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്ര ഫൗണ്ടേഷൻ ടീമുമായിട്ട് ബന്ധപ്പെടാം. അതിനുള്ള നമ്പർ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്.